ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് 3 മരണം.
വേനൽ കനത്തു തുടങ്ങിയതോടെ ഹൈറേഞ്ചിൽ കാട്ടുതീ സാധ്യതയും വർദ്ധിച്ചു. വിമാനം പറപ്പിക്കൽ പരിശീലനത്തിന് ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി. വാർത്തകൾ വിശദമായി. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് 2 മരണം. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നുച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത്. കുണ്ടള അണക്കെട്ട് സന്ദർശിക്കാൻ പോകുന്നതിനിടയിൽ വിനോദസഞ്ചാര സംഘം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് ശേഷം 2:30 മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് അപകടം സംഭവിച്ചത്. തമിഴ്നാട് നാഗർകോവിലിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികളുടെ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുണ്ടള അണക്കെട്ട് സന്ദർശിക്കാൻ പോകുന്നതിനിടയിൽ ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്നുമായിരുന്നു വിദ്യാർത്ഥി സംഘം വിനോദസഞ്ചാരത്തിനെത്തിയത്. അപകടത്തിൽ 2 വിദ്യാർത്ഥിനികളും 1 വിദ്യാർത്ഥിയും മരിച്ചു. ആദിക, വേണിക, സുധൻ എന്നിവരാണ് മരിച്ചത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്ക് സംഭവിച്ചു. പരിക്കേറ്റവരെ മൂന്നാർ GH ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സ വേണ്ടുന്നവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 37 വിദ്യാർത്ഥികളും 3 അധ്യാപകരും വാഹനത്തിൽ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം. വിനോദസഞ്ചാര സംഘം ഇന്നലെ രാത്രിയിലായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചെ ഇവർ മൂന്നാറിലെത്തി. മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ സന്ദർശന ശേഷം കുണ്ടള അണക്കെട്ടിലേക്ക് പോകും വഴി ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിന് ഇടയാക്കിയ സാഹചര്യം സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതായുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. വേനൽ കനത്തു തുടങ്ങിയതോടെ ഹൈറേഞ്ചിൽ കാട്ടുതീ സാധ്യതയും വർദ്ധിച്ചു. പോയ വർഷങ്ങളിലൊക്കെയും വിവിധയിടങ്ങളിൽ കാട്ടുതീ പടരുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. വനമേഖലകളും കൃഷിയിടങ്ങളും കൂടുതൽ വരളുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. കാട്ടുതീ പടരുന്ന സാഹചര്യത്തിന് ആളുകൾ ഇടവരുത്തരുതെന്ന് അഗ്നിശമന സേന അടിമാലി സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു. മഴ മാറി ദിവസങ്ങൾ പിന്നിട്ടതോടെ ഹൈറേഞ്ചിൽ വേനൽ കനക്കുകയാണ്. അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ജലലഭ്യത കുറയുകയും ചെയ്തിട്ടുണ്ട്. പുൽമേടുകൾ പൂർണ്ണമായി കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. വനമേഖലകളിലെ അടിക്കാടുകളും കരിഞ്ഞു. ജലലഭ്യതയില്ലാത്ത കർഷകരുടെ കൃഷിയിടങ്ങളും വരൾച്ച ഭീഷണിയിലാണ്. വേനൽ കനത്തതോടെ ഹൈറേഞ്ചിൽ കാട്ടുതീ സാധ്യതയും വർദ്ധിച്ചു. പോയ വർഷങ്ങളിലൊക്കെയും വിവിധയിടങ്ങളിൽ കാട്ടുതീ പടരുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. വനമേഖലകളും കൃഷിയിടങ്ങളും കൂടുതൽ വരളുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. കാട്ടുതീ പടരുന്ന സാഹചര്യത്തിന് ആളുകൾ ഇടവരുത്തരുതെന്ന് അഗ്നിശമന സേന അടിമാലി സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു. വേനൽ അതിശക്തമായതോടെ ചൂട് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് വളരെയധികം ഫയർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശം കൂടുതലായിട്ടും വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ കൃഷി ഭൂമികളും ആണ്. അപ്പോൾ അതോടൊപ്പം ഈ ചെറിയ കുറ്റിക്കാടുകളും എല്ലാം പടർന്നു നിൽക്കുന്നതുകൊണ്ട് വളരെയധികം തീ പിടിക്കാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആളുകൾ കൃഷി സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് തീയിടുകയും ആ തീ പടരുകയും ചെയ്യുന്നത് മൂലം വളരെ വലിയ വിപത്തിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ പ്രധാനമായിട്ടും ഇത്തരം ഈ പ്രവൃത്തികളിൽ തീയിടുന്ന പ്രവൃത്തി, അതുപോലെ തന്നെ ചൂട് കൂടി നിൽക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനമില്ലാതെ തീയിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. പാതയോരങ്ങളിലും വനാതിർത്തികളിലുമൊക്കെ തീ പടർത്തുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം മുൻകാലങ്ങളിലുണ്ടായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ആളുകൾ മുതിരരുതെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ നിർദ്ദേശം നൽകുന്നു. ചൂടുകൂടി നിൽക്കുന്ന പകൽ സമയങ്ങളിൽ അശ്രദ്ധമായി പറമ്പുകളിലും കൃഷിയിടങ്ങളിലും വീടുകൾക്കരികിലും മറ്റും തീയിടരുത്. പുറത്തെവിടെയെങ്കിലും തീ കത്തിച്ചാൽ പൂർണ്ണമായി തീ അണച്ചുവെന്ന് ഉറപ്പുവരുത്തണം. തീ പടരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അശ്രദ്ധമായി സിഗരറ്റ് കുറ്റിയും മറ്റും വലിച്ചെറിയരുത്. കാട്ടുതീ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഫയർ ലൈൻ തെളിച്ച് പ്രതിരോധമൊരുക്കുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും വകുപ്പുകൾ നിർദ്ദേശം നൽകുന്നു. സിറ്റി വിഷൻ, അടിമാലി.
വിമാനം പറപ്പിക്കൽ പരിശീലനത്തിന് ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി. സ്വപ്നങ്ങളുടെ നീലാകാശത്ത് വിമാനം പറപ്പിക്കാൻ ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി വരുന്നു. പുളിക്കത്തൊട്ടി കാവുംവാതുക്കൽ റോയിയുടെയും മേഴ്സിയുടെയും മകൾ നിസിമോൾ റോയാണ് വിമാനം പറത്തൽ പരിശീലനത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയുടെ എൻട്രൻസ് പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 1ാം റാങ്കാണ് നിസിമോൾക്ക് ലഭിച്ചത്. കേരള സർക്കാരിന്റെ വിങ്സ് പദ്ധതി പ്രകാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പരിശീലനത്തിന് ചേരുക. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും രാജക്കാട് വില്ലേജ് ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം KPC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണാ സമരം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹപരമായ ബജറ്റിനെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് കർഷകരെ ദ്രോഹിക്കുന്ന നയത്തിനെതിരായും ഭൂപ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ടും KPCC ആഹ്വാനപ്രകാരമാണ് രാജാക്കാട് വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. രാജാക്കാട് ടൗണിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസ് പടിക്കലെത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വഹിച്ച ധർണാ സമരം KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്ഷേമ പെൻഷൻ നമ്മുടെ ഇപ്പൊ തന്നെ 4-5 മാസം കുടിശ്ശിക. അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് 2011 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡിന്റെ വിഹിതം അടച്ച ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ളത്. 2011 കോടി രൂപ. അങ്ങനെ ഈ സംസ്ഥാനത്ത് ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ആളുകളും മന്ത്രിസഭയ്ക്കകത്തും പുറത്തുമെല്ലാം ഗവേഷണത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കാലത്ത് മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. ഉടുമ്പൻചോല ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC മെമ്പർമാരായ ബെന്നി പാലക്കാട്, ലിജോ മുണ്ടപ്ലാക്കൽ, MD തോമസ്, ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ മിനി ബേബി, TK സുജിത്, പുഷ്പലത സോമൻ, ജോയി തമ്പുഴ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാന്തിപ്പാറ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കുക, 50% വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാന്തിപ്പാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ബഡ്ജറ്റിൽ അനവധിയായ പ്രഖ്യാപനങ്ങൾ നടന്നു. അനവധിയായ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആദ്യം നിങ്ങൾ ബഡ്ജറ്റ് ശ്രദ്ധിച്ചവർക്കൊക്കെ അറിയാം, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതൊക്കെ വൻകിട പദ്ധതികൾ അല്ലെങ്കിൽ നാട്ടിൽ നടത്തേണ്ട പദ്ധതികളെ സംബന്ധിച്ചൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഇതിൻ്റെ പണം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പണം കണ്ടെത്താനുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാട്ടിലെ ജനങ്ങൾ ആശ്വാസം കൊള്ളേണ്ടത്. കാരണം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ പിഴിഞ്ഞെടുക്കുന്നില്ല എന്ന് കേൾക്കുമ്പോഴാണ് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. ധർണാ സമരത്തിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിൽ KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. ബസ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജിൽ കയറ്റുന്നതിനിടെ സംഭവിച്ച പാളിച്ചയാണ് മുകൾ ഡെക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടാൻ ഇടയാക്കിയതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് ബസിന്റെ ഇന്നത്തെ സർവീസ് നിലച്ചു. സംഭവത്തിൽ ബന്ധപ്പെട്ടവർ ജീവനക്കാരോട് വിശദീകരണം തേടിയതായാണ് വിവരം.
മൂന്നാർ മുതൽ ആനയിറങ്കൽ വരെ വിനോദസഞ്ചാരികളുമായി സർവീസ് നടത്താനെത്തിച്ച ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് ഇതിനോടകം വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. സഞ്ചാരികളുടെ മികച്ച പ്രതികരണവുമായി ബസ് സർവീസ് നടന്നു വരുന്നുണ്ട്. ഇതിനിടെയാണ് ബസിന്റെ മുകൾ ഡെക്കറിന്റെ മുൻഭാഗത്തെ ചില്ല പൊട്ടിയ നിലയിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ബസ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജിൽ കയറ്റുന്നതിനിടെ സംഭവിച്ച പാളിച്ചയാണ് ചില്ല് പൊട്ടാൻ ഇടയാക്കിയതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് ബസിന്റെ ഇന്നത്തെ സർവീസ് നിലച്ചു. യാത്രയ്ക്കായി മുമ്പേ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർക്ക് KSRTC തുക മടക്കി നൽകി. ബസിന്റെ കേടുപാടുകൾ ഇന്ന് പരിഹരിക്കുമെന്നും സംഭവത്തിൽ ജീവനക്കാരോട് വിശദീകരണം തേടിയതായും ബസുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബസിനുള്ളിലെ അലങ്കാര ലൈറ്റുകൾ തെളിച്ച് ബസ് ഓടിക്കരുതെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് കഴിഞ്ഞ ദിവസം ബസ് സർവീസ് നടത്തിയതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും മറ്റൊരു പാളിച്ച സംഭവിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ഈ മാസം 25-ന് CPMന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായുള്ള അടിമാലി ഏരിയയിലെ പ്രചരണ കാൽനട ഏരിയ ജാഥയ്ക്ക് തുടക്കം കുറിച്ചു. ജാഥ പഴമ്പള്ളിച്ചാലിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ ഈ മാസം 25-ന് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതിനു മുന്നോടിയായിട്ടാണ് CPM അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ കാൽനട ഏരിയ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്.
പഴമ്പള്ളിച്ചാലിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ജാഥ 22 വരെ പര്യടനം നടത്തും. ജാഥ പഴമ്പള്ളിച്ചാലിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു ഔദാര്യം തരണ്ട. നമ്മൾ അങ്ങോട്ട് കേരളത്തിൽ നിന്ന് നികുതി പിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സിമെന്റ് എടുക്കുമ്പോൾ വാങ്ങുമ്പോൾ, നമ്മൾ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാങ്ങുമ്പോൾ, നമ്മൾ അരി മേടിക്കുമ്പോൾ, നമ്മൾ മരുന്ന് മേടിക്കുമ്പോഴെല്ലാം നമ്മൾ നികുതി പിരിച്ചു കൊടുക്കുന്നത്. ആ പിരിച്ചു കൊടുക്കുന്ന 56,000 കോടി രൂപ ഒരു വർഷം കേരളീയ സമൂഹം GST കൗൺസിലൂടെ കേന്ദ്രത്തെ കൊടുക്കുന്നുണ്ട്. 56,000 കോടി രൂപയുടെ ഒരു വിഹിതം നമുക്ക് തരുന്നുണ്ടോ? ഇല്ല. അതിനാവശ്യമായ പദ്ധതികളുണ്ടോ? ഇല്ല. നമുക്ക് പുതിയ ആശുപത്രി തരുന്നുണ്ടോ? ഇല്ല. നമുക്ക് റെയിൽവേ തരുന്നുണ്ടോ? ഇല്ല. പുതിയ നാഷണൽ ഹൈവേ തരുന്നുണ്ടോ? ഇല്ല. മാത്രമല്ല, എന്താ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ പുതിയ ദേശീയപാതകൾ ആരംഭിക്കണമെങ്കിൽ 25% കൊടുക്കേണ്ടടുത്ത് 40% നമ്മൾ കൊടുക്കണം. ചാണ്ടി P. അലക്സാണ്ടറാണ് ജാഥ ക്യാപ്റ്റൻ. KR ജെയിൻ വൈസ് ക്യാപ്റ്റനും KB വരദരാജൻ ജാഥ മാനേജരുമാണ്. യോഗത്തിൽ PM ജോയി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TK ഷാജി, MM ഷിജു എന്നിവർ സംസാരിച്ചു. ഇന്ന് പള്ളിവാസൽ മേഖലയിൽ പര്യടനം നടത്തിയ ജാഥ 20-ന് വെള്ളത്തൂവൽ പഞ്ചായത്ത്, 21-ന് മാങ്കുളം പഞ്ചായത്ത്, 22-ന് അടിമാലി പഞ്ചായത്ത് മേഖലകളിലെത്തും. ഇരുമ്പുപാലത്തെ ജാഥയുടെ സമാപനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുതുവാൻ വിഭാഗക്കാർ താമസിക്കുന്ന വേലിയാംപാറക്കുടി പരാധീനതകൾക്ക് നടുവിൽ വലയുന്നു. കുടിയിലേക്കെത്താൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന റോഡും പാലവും പോലും നാളിതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണ്. മഴക്കാലത്ത് കുടിനിവാസികൾ യാത്രയ്ക്കായി നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുതുവാൻ വിഭാഗക്കാർ താമസിക്കുന്ന വേലിയാംപാറക്കുടി. 15ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസക്കാരായി ഉള്ളത്. കുടിയിലേക്കെത്താൻ നല്ലൊരു റോഡ് നാളിന്ന് വരെ യാഥാർത്ഥ്യമായിട്ടില്ല. റോഡിന് കുറുകെ ഒഴുകുന്ന തോടിന് പാലവും നിർമ്മിച്ചിട്ടില്ല. വേനൽക്കാലത്ത് വെള്ളം കുറയുന്നതോടെ തോട്ടിലൂടെ വാഹനങ്ങൾ അക്കരെ ഇക്കരെ കടക്കും. മഴക്കാലത്ത് യാത്ര വഴിമുട്ടും. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള നടപ്പാലത്തിലൂടെ നടന്ന് അക്കരെ ഇക്കരെ യാത്ര ചെയ്യുക മാത്രമേ മാർഗമുള്ളൂ. വേലിയമ്പാറക്കുടിയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അടിമാലി പഞ്ചായത്തിലെ 1-ാം വാർഡിൽപ്പെട്ട കൂടിയാണത്. പക്ഷേ ഇതിൽ ഇതുവരെയായിട്ട് ഒരു റോഡും ഇല്ല, ഒരു സൗകര്യം ഇല്ലാത്തൊരു കൂടിയാണ്. പാലമുണ്ട്, അത് നടപാലമാണ്. നടപാലമാണെങ്കിലും മഴക്കാലത്തായി കഴിഞ്ഞാൽ നടപാലത്തിൽ നടക്കാൻ പോലും പറ്റില്ല, കാരണം സൈഡ് പൊളിഞ്ഞിരിക്കുക. പിന്നെ ഇങ്ങോട്ട് റോഡെന്ന് പറയുമ്പോൾ കുറച്ചൊരു കോൺക്രീറ്റ് 10-50 കൊല്ലം കഴിഞ്ഞാണ് കൂടി വന്നിട്ട്. പക്ഷേ ഉള്ളത് ഒരു കുറച്ച് മാത്രമേ കോൺക്രീറ്റ് വന്നിട്ടുള്ളൂ. അതാണ് ഗവൺമെൻറ്റിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ. റോഡെന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ, ഒരു 50 മീറ്റർ കോൺക്രീറ്റ്. ഇനി ഞങ്ങൾക്കൊരു 2 കിലോമീറ്റർ ചെയ്യാനുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തു തന്നാൽ നല്ലതായിരിക്കും. പിന്നെ കാട്ടാന ശല്യമുണ്ട്, അതിന് ഫെൻസിങ്ങോ അങ്ങനെ എന്തെങ്കിലും സൗകര്യം ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര ഉപകാരമായിരിക്കും. മഴക്കാലങ്ങളിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ടി വന്നാൽ കാൽനടയായി ചുമന്ന പാലം കടത്തി രോഗിയെ വാഹനത്തിലെത്തിക്കേണ്ടുന്ന സ്ഥിതിയാണ്. ഗർഭിണികളായവരും മറ്റും ബന്ധുവീടുകളിൽ താമസിച്ചാണ് ചികിത്സ തേടുന്നത്. യാത്രാ സൗകര്യത്തിൻ്റെ അഭാവം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വെല്ലുവിളിയാണ്. ഗോത്രസാരഥി പദ്ധതി ഈ പ്രദേശത്ത് നടപ്പിലാക്കിയിട്ടില്ല. ഇക്കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്ക കുട്ടികളും പഠനം നടത്തുന്നത് വീടുകളിൽ നിന്നും മാറി നിന്നാണ്. കുടിയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെയുണ്ടായിരുന്ന അമ്പലം കാട്ടാന തകർത്തു. കാട്ടാന ആക്രമണത്തിൽ കൃഷിനാശം പതിവാണ്. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ അനുവദിച്ച കിടങ്ങിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. അമ്പലത്തിന് സമീപം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യവും കുടിനിവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുരങ്ങാട്ടിയിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുരങ്ങാട്ടി തോടിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടിട്ടുള്ളത്. ജലസേചന വകുപ്പ് വകയിരുത്തിയിട്ടുള്ള തുക വിനിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിശാലമായ പാടശേഖരമാണ് കുരങ്ങാട്ടി പാടശേഖരം. എന്നാൽ നിലവിൽ ചുരുക്കം ചില കർഷകർ മാത്രമേ ഇവിടെ കൃഷി ഇറക്കുന്നുള്ളൂ. കുരങ്ങാട്ടിയുടെ നഷ്ടമായ കാർഷിക സമൃദ്ധി തിരികെ പിടിക്കുന്നതിനൊപ്പം പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കുരങ്ങാട്ടി സമഗ്ര കാർഷിക
ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കുരങ്ങാട്ടി തോടിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ജലസേചന വകുപ്പ് വകയിരുത്തിയിട്ടുള്ള തുക വിനിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പാടശേഖരവുമായി ബന്ധപ്പെട്ട് കുരങ്ങാട്ടി മേഖലയെ സമഗ്രമായി വികസിപ്പിക്കുന്നതും അടിമാലി പഞ്ചായത്തിനെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിനുമായിട്ടുള്ള കൃഷി അധിഷ്ഠിത ടൂറിസം പദ്ധതിയുടെ തുടക്കം കുറിക്കുകയും അത് ഊർജിതമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാകാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാന ഹരിത കേരള മിഷൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് വനം വകുപ്പ്, കൃഷി വകുപ്പ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ വിവിധ മറ്റ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ എല്ലാ ആളുകളെയും എല്ലാ സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ പദ്ധതിക്കാണ് ഈ പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത്. കുരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിച്ച് ഒഴുക്ക് വീണ്ടെടുക്കും. പാടശേഖരത്ത് വേനൽക്കാലത്ത് നെൽകൃഷിക്ക് വേണ്ടുന്ന വെള്ളം കണ്ടെത്തുകയാണ് ഒരു ലക്ഷ്യം. മഴക്കാലത്ത് പാടശേഖരങ്ങളിലേക്ക് വെള്ളം അധികമായി ഒഴുകിക്കയറുന്നത് തടയാനും ലക്ഷ്യമിടുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കുരങ്ങാട്ടി പാടശേഖരത്തെ പൂർണ്ണമായി കതിരണിയിക്കാനും നെൽകൃഷി കൂടാതെ പുഷ്പകൃഷി നടത്താനും ലക്ഷ്യമിടുന്നുണ്ട്. കുരങ്ങാട്ടിത്തോട് ജലസമൃദ്ധമാക്കി ഇതുവഴി എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന കുട്ടവഞ്ചി യാത്ര അടക്കമുള്ള പ്രവർത്തനങ്ങളും ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ വില്ലേജിലേക്ക് മാർച്ച് ധർണ നടത്തി. DCC സെക്രട്ടറി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ വില്ലേജിലേക്ക് മാർച്ചും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് തുളസിഭായ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ്, നമുക്കറിയാം, ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലും അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് ഈ നാട്ടിൽ സംജാതമായിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. DKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് SK വിജയൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KJCB F രാജ, സിനോജ് അടിമാലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ തുടങ്ങിയവർ ധർണാ സമരത്തിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, ആനച്ചാൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് 3 മരണം. വേനൽ കനത്തു തുടങ്ങിയതോടെ ഹൈറേഞ്ചിൽ കാട്ടുതീ സാധ്യതയും വർദ്ധിച്ചു. വിമാനം പറപ്പിക്കൽ പരിശീലനത്തിന് ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്.
സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.